സ്വന്തം വാഹനം ഉപയോഗിച്ച് ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യുന്ന പോസ്റ്റ്മാനോ GDS ജീവനക്കാരനാണോ നിങ്ങൾ? എന്നാൽ ഓരോ മാസവും ഇന്ധന ചിലവിനായി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഫ്യൂവൽ റീഇംബേഴ്സ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണും. 2024 നവംബർ 15 മുതൽ സ്വന്തം വാഹനം ഉപയോഗിച്ച് ഡെലിവറി ചെയ്യുന്ന ജീവനക്കാർക്ക് ഫ്യൂവൽ റീഇംബേഴ്സ്മെന്റ് നൽകുന്നതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക? റെഗുലർ പോസ്റ്റ്മാൻ, GDS ജീവനക്കാർ, GDS മെയിൽ കാരിയർമാർ എന്നിവർക്കെല്ലാമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിനായി ആദ്യം വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC, ഇൻഷുറൻസ് എന്നിവ സമർപ്പിക്കണം. തുടർന്ന് ഡിവിഷണൽ ഹെഡിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഫ്യൂവൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു പ്രധാന ചോദ്യം, എത്ര രൂപ ലഭിക്കും? ഇത് ഒരു സ്ഥിര തുകയല്ല. നിങ്ങളുടെ സംസ്ഥാനത്തെ പെട്രോളിന്റെ വില, വണ്ടിയുടെ ആവറേജ് മൈലേജ്, മെയിൻ്റനൻസ് ചാർജ് എന്നിവ പരിഗണിച്ചായിരിക്കും നിരക്ക് നിശ്ചയിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ബീച്ചിന്റെ ആവറേജ് ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണെന്ന് കരുതുക. നിങ്ങൾ ഒരു മാസം 25 ദിവസം വാഹനം ഉപയോഗിച്ചെങ്കിൽ ടോട്ടൽ കിലോമീറ്റർ 500. നിങ്ങളുടെ സർക്കിൾ നിശ്ചയിച്ചത് കിലോമീറ്ററിന് 3 രൂപ 50 പൈസയാണെങ്കിൽ 500 കിലോമീറ്ററിന് ഒരു മാസം 1750 രൂപ വരെ ലഭിക്കും. പക്ഷേ ഒരു പ്രധാന നിബന്ധന കൂടിയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടബിൾ ആർട്ടിക്കിൾസിന്റെ ഡെലിവറി പെർഫോമൻസ് 95% അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമേ മുഴുവൻ തുകയും ലഭിക്കുകയുള്ളൂ. 90 മുതൽ 94.9% വരെ ആണെങ്കിൽ കണക്കാക്കിയ തുകയുടെ 80% മാത്രമേ ലഭിക്കുകയുള്ളൂ. കൂടാതെ ക്ലെയിം ചെയ്യുന്ന മാസത്തിൽ കുറഞ്ഞത് 95% ആർട്ടിക്കിൾസ് എങ്കിലും മൊബൈൽ ആപ്പ് വഴി പ്രോസസ് ചെയ്തിരിക്കണം. ക്ലെയിം എങ്ങനെ സമർപ്പിക്കാം? ഓരോ മാസവും ഫസ്റ്റ് വർക്കിംഗ് ഡേ ഫ്യൂവൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ഫോം ഫിൽ ചെയ്ത് സമർപ്പിക്കുക. അതിൽ ആ മാസത്തെ സഞ്ചരിച്ച ദൂരം, ഡെലിവറി പെർഫോമൻസ്, മൊബൈൽ ആപ്പിന്റെ പെർഫോമൻസ് എന്നിവ രേഖപ്പെടുത്തണം. നൽകിയ വിവരങ്ങൾ വെരിഫൈ ചെയ്ത ശേഷം ഓരോ മാസവും ആ തുക ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഈ ആനുകൂല്യം ലഭിക്കാൻ അർഹതപ്പെട്ട എല്ലാ ജീവനക്കാരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ പോസ്റ്റൽ അപ്ഡേറ്റ്സിനായി പേജ് ഫോളോ ചെയ്യുക.